എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുമ്പോൾ മൈത്രേയൻ ഇപ്പോഴും ദൂരദർശനിലെ സീരിയലിൽ നിൽക്കുക. കാര്യം പുള്ളി പണ്ട് സീരിയലിൽ നിന്ന് കണ്ടു. അപ്പം നോക്കിയപ്പോൾ കൃഷ്ണൻ വന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പ്രകാശമൊക്കെ വിട്ട് പാഞ്ചാലിക്ക് ഇതൊക്കെ കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ഒരു ദൈവത്തെയും പുള്ളി കണ്ടിട്ടില്ല. മറ്റേ മലയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കുന്ന കൃഷ്ണനെ ശിവനെയൊക്കെ പുള്ളി കണ്ടത്. ഞാൻ പറയുന്നത് മൈത്രേയൻ ബാലരമയൊക്കെ വായിക്കുന്നത് നിർത്തി ഈ മറ്റേ ദൂരദർശൻ കാണുക, പഴയ ദൂരദർശനിൽ നിന്നൊക്കെ ഇനി പുറത്തേക്ക് ചാടണം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആത്മഹത്യ ചെയ്തേനെ 3 പ്രാവശ്യം. എന്നിട്ട് യഥാർത്ഥ ക്ഷേത്ര സങ്കല്പവും യഥാർത്ഥ ഈശ്വര സങ്കല്പവും എന്താണെന്ന് തിരിച്ചറിയണം. എനിക്ക് എന്റെ ആവശ്യം വന്നിട്ടില്ല. ഇതന്നെ അതിന്റെ പ്രശ്നം. കുറഞ്ഞ പക്ഷം ശബരിമലയിൽ പോകുന്ന ഓരോവനും അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയണം. എല്ലാ കൊലയിലും ഉണ്ടാവില്ലടാ ഇതേപോലത്തെ ഒരു ചീഞ്ഞ വെള്ളം. എന്താണ് ഹൈന്ദവ മതം, സനാതന ധർമ്മം ഓരോ ഹിന്ദുവിനോടും ഓരോ ഭാരതീയനോടും പറയുന്നത് എന്താണെന്ന് മൈത്രേയൻ പഠിക്കണം.